ഹലോ എവ്രിവൺ, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറന്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട, സ്കിപ്പ് ചെയ്തോളൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റേതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ല ഇവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിത് വിട്ട് കളഞ്ഞേക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തന്നെ ഒരു എനർജി കിട്ടാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ എനർജി കിട്ടുന്നതിനായിട്ട് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് അവരെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാലൻസ് ആണ്. സ്പിരിച്വൽ യൂണിയൻ, ട്രൂത്ത്, ഓക്കെ, വൺ മോർ കാർഡ്, shadow. The first card, Hierophant, Nine of Cups, Eight of Swords, Five of Wands, King of Cups, Six of Wands, Strength, okay, Three of Pentacles, King of Pentacles, Five of Pentacles, Ten of Pentacles. പെൻറ്റക്കിൾസിന്റെ മാത്രം ഒരു കളിയാണ്. Four of Cups, Nine of Swords and Page of Swords. ഓക്കെ, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ്. അപ്പോൾ ഞാനിത് ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്നുള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി നോക്കിയപ്പോഴാണ് നമ്മൾ വല്ലാതെ ഒരു ട്രാപ്പിൽ, തേർഡ് പാർട്ടിയുടെ ഒരു ട്രാപ്പിൽ കിടക്കുന്ന ഒരു പേഴ്സന്റെ എനർജി നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് കുറേ ആളുകൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുള്ളത് നോക്കുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഏകദേശം ആ ഒരു പേഴ്സന്റെ സിമിലർ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം
നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അത്യാവശ്യം റീഡിങ്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഏകദേശം കാർഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കിവിടെ ഫസ്റ്റ് നമ്മളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറാക്കിൾ ഡെക്ക് എടുത്തത്. അപ്പോൾ അതിൽ തന്നെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ബാലൻസ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഒരു ഇതിലാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ, തേർഡ് പാർട്ടീനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കാനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ സ്പിരിച്വൽ യൂണിയൻ ഈ ഒരു കാർഡിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ 2 പേര് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എനർജീസ് കൈമാറുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബായിരിക്കും കിട്ടുന്നത്. ചിലവരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന്റെ ഭാരമൊക്കെ ഇറങ്ങിപ്പോയി നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അതേസമയം ചിലവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. നമുക്ക് നിരാശ വന്ന് പിന്നെ വേറെ ഒന്നും വേണ്ട, നമ്മളായിരിക്കും ചിലപ്പോൾ ഏറ്റവും മോശക്കാരെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതാണ് ആളുകളോട് ഇടപെടുന്ന രീതി, അല്ലെങ്കിൽ ചിലവർ നമുക്ക് തരുന്ന ആ ഒരു എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് മുഴുവൻ, അതായത് ഇവരുടെ എനർജി ഡ്രെയിൻഡ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. തേർഡ് പാർട്ടി ഇവരിൽ നിന്നുള്ള ആ ഒരു എനർജി എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് മെയിൻ ആയിട്ട് അവിടെ നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ എനർജി തന്നെയാണ്. അവരിവരെ എല്ലാ രീതിയിലും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ നമുക്കിവിടെ പിന്നെ വന്നിരിക്കുന്ന 2 കാർഡ്സ് എന്ന് പറയുന്നത് ട്രൂത്തും ഷാഡോയുമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ബോധ്യപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ ബോധ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള വ്യക്തി അവർ നല്ലതാണെന്നോ, അല്ലെങ്കിൽ അവരുടെ അടുത്താണ് കൂടുതൽ എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും വിചാരിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയിട്ടുള്ളത്. ചിലപ്പോൾ അവർ വളരെ ഇവരെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോയതായിരിക്കും, എങ്കിലും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അവർക്ക് കണ്ടിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ട്രൂത്ത്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ട്രൂത്ത് എന്താണ്, അതിന്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് മനസ്സിലായതെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. ആ ഒരു ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ലാസ്റ്റ് കാർഡാണിത്, അതായത് ഷാഡോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൂൺ കാർഡിന്റെ പോലത്തെ ഒരു എനർജിയാണ് ഇതിൽ വരുന്നത്. അതായത് അവരത്രയധികം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവർക്ക് സത്യാവസ്ഥ മനസ്സിലായത് ഇത് ശരിയാവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ ഇതിലില്ല. ഈ ഒരു വ്യക്തി എന്നെ ഇമോഷണലി സ്നേഹിക്കുന്നില്ല, മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഇതല്ല എന്നുള്ള ആ ഒരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണ്. ആ ഒരു ഈ ഷാഡോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നിഴലാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ നിഴലായിട്ട് നിൽക്കാനാണ് ഇവർക്ക് ഇപ്പോൾ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതേപോലെ നമ്മൾ പിന്നെ ടാരറ്റ് ഡെക്കിന്റെ സ്പ്രെഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഹെയറോഫോൺ കാർഡാണ്. അതായത് ഇവിടെ ആസ് യൂഷ്വൽ തിങ്സ്, പതിവ് പോലെ എന്താണ് നടക്കുന്നത് അതൊക്കെ തന്നെ അവിടെ നടന്നു പോകുന്നു. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കറന്റ് എനർജി ആണല്ലോ, അല്ലാതെ നമ്മൾ പാസ്റ്റോ വേറെ ഫ്യൂച്ചറോ ഒന്നുമല്ല, ഇപ്പോഴുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇത്ര നാൾ തുടർന്നു പോയിരുന്ന എന്തൊക്കെയാണോ അതൊക്കെ പോലെ തന്നെ അവർ തേർഡ് പാർട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മേജർ ആർക്കാന കാർഡ്സിൽ നിന്ന് 2 എണ്ണമേ വന്നിട്ടുള്ളൂ. ഒന്ന് ഹെയറോഫണ്ടും ഒന്ന് സ്ട്രെങ്ത്തും ആണ്. ബാക്കിയെല്ലാം നമുക്ക് മൈനർ ആർക്കാനയിൽ നിന്നാണ് കാർഡ്സ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഷഫിൾ ചെയ്തപ്പോൾ തന്നെ പെൻഡക്കിൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന വ്യക്തിയാണ്, ഇമോഷൻസിനല്ല എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, അല്ലാതെ ഫീലിങ്സ്, ഇമോഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അത് നമുക്ക് 101% ഇവിടെ ഷുവറായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതേപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം വീക്കാണ്.
അതാണ് നമുക്ക് ഈ സ്ട്രെങ്ത് കാർഡും പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. അവർ ആർക്ക് ആ സ്ട്രെങ്ത് ഇല്ല, പവർ ഇല്ല. നമുക്ക് ഇവിടുത്തെ മറ്റുള്ള എല്ലാ കാർഡ്സും കൂടി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അവർ വളരെയധികം വീക്കാണ്, അവർക്ക് ഇമോഷണൽ ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെറഫണ്ട് പറയുന്നത് അതാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെറഫണ്ട് കാർഡ് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഇമോഷണലി വീക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടൊക്കെ കുറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഹെറഫണ്ട് കാർഡ് വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഫിറ്റ് അല്ല അവർ. അതേപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇതിലെല്ലായിടത്തും ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. കാരണം ഈ ഒരു 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. അതായത് ഇവിടെ ഈ ഒരു പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒട്ടും എമ്പതി ഇല്ലാത്ത, അതായത് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് കഴിവില്ലാത്ത ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യുക, അതില്ലാന്നുണ്ടെങ്കിൽ സ്പൈ ചെയ്യുക. അതായത് എപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഫുൾ നിരീക്ഷണത്തിലാണ്. നമ്മൾ CCTV ക്യാമറയുടെയൊക്കെ കാര്യം പറയുന്ന പോലെയാണ്. ഫുൾ ടൈം ഇവര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെവിടെ പോകുന്നു, എല്ലാ കാര്യങ്ങളും അവരുടെ ഫുൾ കൺട്രോളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറാനായിട്ട് അവർ സമ്മതിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിവിടെ അത് മനസ്സിലാവുന്നുണ്ട്. ഓൾറെഡി കണ്ടില്ലേ, വഴക്കെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. 5 ഓഫ് വാണ്ട്സിന്റെ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ സ്റ്റക്കാണ്. ഇതെല്ലാം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണെ അവർ വെറുതെ ഇരുത്തുന്നില്ല. ഫുള്ളി ഈ ഒരു പേജ് ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ ആ ഒരു പൊസിഷനിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരാണ്. അതായത് ഒരു തരം സാഡിസ്റ്റിക് മൈൻഡ് എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ അവരൊരു പ്രത്യേക തരം ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കാം ഇവർ കൂടുതലും കലഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വളരെയധികം ഒരു സന്തോഷം കൊടുക്കുന്നു. അവർ ഇന്റേണലി ഹാപ്പി ആവുന്നു. നിങ്ങളുടെ പേഴ്സൺ വേദനിക്കുന്നത്, അല്ലെങ്കിൽ അവരൊന്ന് ഇമോഷണലി വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവരെ മാനസികമായിട്ട് സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഫുൾ അവരുടെ കൺട്രോളിലാണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരെങ്ങോട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇവർ സ്പൈ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ തിരക്കുന്നുണ്ട്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് മിടുക്കരായിട്ടുള്ള വ്യക്തികളാണ്. അതൊക്കെയാണ് നമുക്ക് ഇവരുടെ എനർജി ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജി മീൻസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമുക്കൊരു മെച്യൂരിറ്റി വരില്ലേ, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ഫ്യൂച്ചർ പൊസിഷനിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി അത്ര അധികം കൺട്രോൾഡായി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ ആയിട്ടുള്ള എല്ലാ കഴിവുകളും ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. അത്രയധികം അവര് എന്താ പറയാ ഡൗൺ ടു എർത്ത് ആയിട്ട് മാറിയിരിക്കുന്നു. അത് വേണം നമ്മുടെ ഇവിടെ പറയാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരിവിടെ ഫുള്ളി കോൺകറിങ് ചെയ്തൊരു അവസ്ഥയിലാണ്. അവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്, ആ ഒരു 6 ഓഫ് വാണ്ട്സിന്റെ എനർജി. അതായത് ഇവരിവിടെ ഫുള്ളി എന്താ പറയാ അവരെല്ലാം നേടിയിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തു. അതാണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അതിന്റെ ഒരു സന്തോഷത്തിലാണ് അവർ ആ ഒരു എൻജോയ്മെന്റ് അവർക്കുണ്ട്. അവർ വിചാരിച്ചത് അവർ നേടിയല്ലോ, അപ്പൊ ആ ഒരു സന്തോഷം അവർക്കുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കണ്ടിന്യൂസ്ലി അവർ ഉപദേശിക്കുന്നുണ്ട്, കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് വരാനായിട്ട് അവർ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് എന്തൊക്കെ സമ്പത്ത്, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള പേര്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ആ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഇവർ അവിടെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇമോഷണൽ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ സന്തോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ നിരാശരായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ആ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഏതായാലും അതിന്റെ ഒരു നല്ല ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാരീഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്.
അതേപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവരുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓവറോൾ ഒരു കാർഡ്സിന്റെ എനർജി കാണുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവും ഇവിടെ ഓൾറെഡി ആ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ, അല്ലെങ്കിൽ വഴക്ക് കൂടുന്നു, അവർ അഡ്വൈസ് ചെയ്യുന്നു, അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ. അതുപോലെ അവർ അവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൽ തൃപ്തരല്ല. കാരണം ഇപ്പോൾ ഈ ഒരു പാർട്ടി, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നവർ റിച്ച് ആണ്, അത് ഞാൻ പറയാം. തീർച്ചയായിട്ടും അവർ വളരെ നിങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഒരു പടി കൂടി ഉയർന്ന വ്യക്തികളാണ് അവർ. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നോട്ട് ഇമോഷണലി കേട്ടോ. അപ്പോൾ അവരവിടെ അതെല്ലാം ഇവർക്ക് കൊടുത്തിവരെ നിർത്താനായിട്ടും അവരിവിടെ ശ്രമിക്കുന്നുണ്ട്. ഇവരെ കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ടും അവരിവിടെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ 9 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് ആ ഉറക്കം പോലും ശരിയല്ലാത്ത, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, അവരുടെ ഹെൽത്ത് വൈസും അവർ വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ഉറക്കം പോലും ശരിയല്ലാത്ത, ഉറക്കമില്ലാത്ത രാത്രികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി അവരെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ശക്തമായിട്ട് പറയാം. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഒറാക്കിൾ കാർഡ്സും ടാരറ്റ് കാർഡ്സും ഒരേപോലെ പറഞ്ഞു തരുന്നത്. ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഇപ്പം നന്നായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിവരെ കൺട്രോളിൽ വെക്കാൻ നോക്കുന്നു. ഇവരെ ചെറുതായിട്ട് ഇവരൊന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. അവർ നിങ്ങളുടെ പേര് പറഞ്ഞ് ഒക്കെ അടി ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അവർ ആ ഒരു എന്താ പറയുന്നത്, ഇത് തേർഡ് പാർട്ടിയുടെ ഒരു റൂളിംഗ് ടൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മാറി മറിയും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണല്ലോ, എപ്പോഴും ഒരാൾ തന്നെ ഇങ്ങനെ ഹൈ ആയിട്ടിരിക്കില്ല, അതിൽ മാറ്റം വരും. ഈ ഒരു സിറ്റുവേഷനും മാറ്റം വരും എന്നുള്ളതാണ് ആ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത്. ഇതിലൊരു വിധി വരും എന്നുള്ളതാണ്. കാരണം അത് നമ്മളിപ്പോൾ ആധികാരികമായിട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ ഒരു കറന്റ് എനർജിയാണ് നോക്കിയിട്ടുള്ളത്, ഫ്യൂച്ചറൊന്നും അല്ല നമ്മൾ അത്രയും ഡീപ്പായിട്ടത് പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇതിലുള്ള പേഴ്സൺ വളരെ കഷ്ടത്തിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പറഞ്ഞ 1-2 ഡയലോഗ് ഒന്നും ഇതിൽ വന്നിട്ടുണ്ടാവാനായിട്ട് വഴിയില്ല. എങ്കിലും സാരിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെ തമ്മിലുള്ള ആ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ റൂഡായിട്ടുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനത്തെ ഉള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒട്ടും ഒരു സിമ്പതിയോ ഒരു മറ്റുള്ളവരുടെ ഒരു കരുണയോ ഒന്നും ഇല്ലാത്ത തരം, അവർക്ക് നേടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും നിങ്ങളുടെ ആയിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ കൂടുതലും ക്ലൂസ് എടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ക്ലൂസ് ആയിട്ട് പ്രത്യേകിച്ച് എടുക്കുന്നില്ല. എന്താണെങ്കിലും ഈ പേഴ്സൺ ഇവരുടെ അടുത്ത് ഒട്ടും ഹാപ്പി അല്ല, വളരെയധികം ഇമോഷണലി സ്ട്രഗിളിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.